ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു കുട്ടി സ്റ്റോറി. ഇന്ന് ഒരു കഥയാണ് പറയാൻ പോകുന്നത്. ഒരു മുയലിൻ്റെ കഥ. അമ്മ മുയലിൻ്റെ പഠിത്തം. ഒരിക്കൽ ഒരിടത്ത് കൃഷ്ണപുരം എന്നൊരു രാജ്യമുണ്ടായിരുന്നു. കൃഷ്ണപുരത്തിൻ്റെ തെക്കേ അതിർത്തിയിൽ കൂടെ രാധാ നദി ഒഴുകിയിരുന്നു. നദീതീരത്ത് ഇഷ്ടം പോലെ ഇളംപുല്ലുകൾ വളർന്നു നിന്നിരുന്നു. നദീതീരത്തുള്ള കാട്ടിൽ ഒരുപാട് മൃഗങ്ങളുണ്ടായിരുന്നു. മാന്, മുയല്, കടുവ, സിംഹം, അങ്ങനെ ഒരുപാട് മൃഗങ്ങളുണ്ടായിരുന്നു. ഈ കാട്ടിലാണ് സുന്ദരിയായ അമ്മ മുയൽ അവളുടെ അമ്മയുടെ കൂടെ കഴിഞ്ഞിരുന്നത്. അവൾക്ക് ആ കാട്ടിൽ ഒരുപാട് കൂട്ടുകാരുമുണ്ടായിരുന്നു. മറ്റു മുയൽ കുഞ്ഞുങ്ങളെല്ലാം പൊത്തിലൊളിച്ചു കളിക്കുമ്പോൾ അമ്മ മുയൽ കാട്ടിലൂടെ കറങ്ങി നടന്നു. അപ്പോൾ അവളൊരു മാനെ കണ്ടു. എന്ത് വേഗത്തിലാണെന്നോ മാൻ ഓടുന്നത്. അമ്മ മുയൽ മാനിൻ്റെ അടുത്തു ചെന്ന് പറഞ്ഞു, "നമസ്കാരം ചേട്ടാ, ചേട്ടൻ എന്ത് വേഗത്തിലാണ് ഓടുന്നത്? ഇത്രയും വേഗത്തിലോടാൻ വേറെ ആർക്കും കഴിയില്ല. മറ്റുള്ളവരുടെ കഴിവുകളെ അഭിനന്ദിക്കണമെന്ന് അമ്മുവിൻ്റെ അമ്മ അവൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു." ആദ്യമായിട്ടാണ് ആരെങ്കിലും മാനെ അഭിനന്ദിക്കുന്നത്. മാനിന് സന്തോഷമായി. അവർ രണ്ടുപേരും കൂട്ടുകാരായി. അമ്മ ചോദിച്ചു, ചേട്ടാ ചേട്ടാ എന്നെയും ഇങ്ങനെ ഓടാൻ പഠിപ്പിക്കാമോ?" മാൻ പറഞ്ഞു, "അതിനെന്താ, പഠിപ്പിക്കാമല്ലോ." മാൻ അമ്മുവിനെ വേഗത്തിൽ ഓടാൻ പഠിപ്പിച്ചു. മാനിനോട് യാത്ര പറഞ്ഞ് അമ്മുമുയൽ സ്വന്തം മാളത്തിലെത്തി. അപ്പോൾ കൂട്ടുകാർ ചോദിച്ചു, "നീ എവിടെയാ പോയത്?" "നടന്നതെല്ലാം," അമ്മു പറഞ്ഞു. അപ്പോൾ കൂട്ടുകാർ അവരെ കളിയാക്കി. അമ്മു പറഞ്ഞു, "എല്ലാവരിൽ നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ട്." കൂട്ടുകാർ വീണ്ടും കളിയാക്കി. അതൊന്നും കാര്യമാക്കാതെ അമ്മുമുയൽ അടുത്ത ദിവസം യാത്രയായി. ഇത്തവണ കണ്ടുമുട്ടിയതൊരു തവളയായിരുന്നു. തവള കുളത്തിൽ ചാടിച്ചാടിപ്പോയിക്കൊണ്ടിരുന്നു. അമ്മുമുയൽ വിളിച്ചു പറഞ്ഞു, "ഏയ് ചങ്ങാതി." തവള കേട്ട ഭാവം പോലും കാണിച്ചില്ല. അമ്മു വീണ്ടും പറഞ്ഞു, "നിങ്ങളെപ്പോലെ ഇത്രയും നല്ലൊരു അഭ്യാസിയെ ഞാൻ വേറെ കണ്ടിട്ടില്ല." ഇത് കേട്ടപ്പോൾ തവളയ്ക്ക് സന്തോഷമായി. രണ്ടു വലിയ ചാട്ടം ചാടി തവള മുയലിനടുത്തെത്തി. തവള തൻ്റെ വീരകഥകൾ അമ്മുവിനോട് പറഞ്ഞു. പാമ്പുകളെ പറ്റിച്ച് രക്ഷപ്പെട്ട കഥ, മുങ്ങാൻ കൊയ്യിട്ട് പോയത്, അങ്ങനെ ഒരുപാട് അമ്മു എല്ലാം കേട്ടിരുന്നു. അവസാനം അമ്മു ചോദിച്ചു, "എന്നെയും പഠിപ്പിക്കാമോ?" ഇതെല്ലാം തവള സന്തോഷത്തോടെ സമ്മതിച്ചു. മാളത്തിലേക്ക് പോകും മുൻപേ അമ്മു നല്ലൊരു ചാട്ടക്കാരിയായി മാറി. അങ്ങനെ ഓരോ ദിവസവും അമ്മു ഓരോ കാര്യങ്ങൾ പഠിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു വേടൻ ആ കാട്ടിലെത്തി. ഒരുപാട് മൃഗങ്ങൾ വേടന്റെ കയ്യിൽപ്പെട്ടു. ഒടുവിൽ അയാൾ അമ്മുവും കൂട്ടുകാരും താമസിക്കുന്ന മാളത്തിനടുത്തും എത്തി. മുയലുകൾ പരക്കം പാഞ്ഞോടി. അമ്മു മുയലിനൊരു ഭയം തോന്നി. അമ്മു മുയൽ വേടന്റെ മുമ്പിൽ ഞൊണ്ടി നടന്നു. വേടൻ വിചാരിച്ചു, ഓടാൻ വയ്യാത്ത ഒരു മുയൽ, ഇതിനെ വേഗം പിടിക്കാം. വേടൻ അടുത്തെത്തിയതും അമ്മു കുതിച്ചു പാഞ്ഞു. വേടനും വാശിയായി. അയാൾ പുറകെ ഓടി. പക്ഷേ മാനിനെ പോലെ ഓടുന്ന അമ്മുവിനെ പിടിക്കാനുണ്ടോ വേടന് പറ്റുന്നു. ഒടുവിൽ ഓടി ഒരു വലിയ കുളത്തിന്റെ തീരത്തെത്തി. വേടന് സന്തോഷമായി. ഇനി മുയൽ ഓടില്ലല്ലോ. അമ്മുവിന്റെ മേലേക്ക് അയാൾ ചാടി വീണു. അമ്മുവാകട്ടെ കുളത്തിലേക്ക് എടുത്തു ചാടി ആമ്പലിന്റെ മുകളിൽ പോയിരുന്നു. വേടനും പുറകെ ചാടി. അമ്മു ആമ്പലിലകളിൽ മേൽ ചാടി കരയിൽ പോയി ഇരുന്നു. വേടൻ കുളത്തിലെ വെള്ളത്തിൽ വീണു. അമ്മുവിൻ്റെ കൂട്ടുകാരനായ തവളയും ആ കുളത്തിലെ മീനുകളും ചേർന്ന് വേടനെ കടിച്ചു ശരിപ്പെടുത്തി. വേടൻ ജീവനും കൊണ്ടോടി. പിന്നീടൊരിക്കലും ആ വഴിക്ക് വന്നിട്ടില്ല. എല്ലാവരെയും രക്ഷിച്ച അമ്മു മുയലിനെ മുയലുകളുടെ നേതാവാക്കി. അമ്മു മുയൽ വീണ്ടും ഓരോന്ന് പഠിച്ചും മറ്റുള്ളവർക്ക് അറിയാവുന്നത് പറഞ്ഞുകൊടുത്തും കാട്ടിൽ ചുറ്റി നടന്നു. എല്ലാ മൃഗങ്ങളെയും കൂട്ടുകാരാക്കി. കൂട്ടുകാരെ, അമ്മുവിനെ പോലെ നമുക്കും മറ്റുള്ളവരിൽ നിന്നും എന്തൊക്കെ പഠിക്കാനിരിക്കുന്നു. ജീവിതത്തിൽ എന്തെങ്കിലും അതെല്ലാം ഉപകാരപ്പെടും. തീർച്ച. ഇന്ന് തന്നെ തുടങ്ങുക.